ക്രിസ്തുമസിൻ്റെ മുഖമുദ്രയാണല്ലോ സന്തോഷം. നമ്മളെപ്പോഴും ക്രിസ്തുമസിൻ്റെ സന്തോഷം പരസ്പരം നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടല്ലോ. ക്രിസ്തുമസിൻ്റെ സന്തോഷം എന്നത് ക്രിസ്തു തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ കന്യകാമാതാവ് വേദനകളുടെയും ഞെരുക്കത്തിൻ്റെയും നടുവിൽ നിന്നപ്പോഴും ഹൃദയത്തിൻ്റെ ആനന്ദം അനുഭവിച്ചവളാണ്. ഫിലിപ്പി 4:4 വചനം പറയുന്നു, നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എല്ലായ്പ്പോഴും സന്തോഷിക്കണമെങ്കിൽ ദുഃഖത്തിന് കാരണമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും വേദനകളിലുമൊക്കെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ സന്തോഷഭരിതരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സന്തോഷം ആത്മാവിൻ്റെ ആനന്ദമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കുമ്പോൾ ബാഹ്യമായ മാനസികമായ വ്യഥകളും ഞെരുക്കങ്ങളും കയ്പും നമ്മെ തളർത്തുന്ന ഒന്നായി മാറുകയില്ല. അതെല്ലാം നമുക്ക് കരുത്ത് നൽകുന്നതായിരിക്കും. അനേക വിശുദ്ധരുടെ സഹനങ്ങളുടെ നടുവിലുമുള്ള സന്തോഷത്തിൻ്റെ കാരണം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയതായിരുന്നു. നമുക്കും ഈശോയിൽ സന്തോഷിക്കാനുള്ള ആത്മ ആനന്ദം ലഭിക്കുമാറാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.